ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D ഫയലിൽ എങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാം, അതോടൊപ്പം ക്യാമറ സെറ്റിങ്സിലെ ചില അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 3D ഫയലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കിച്ചൻ്റെ ഒരു 3D ഫയലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ വ്യൂക്കും ഓരോ ക്യാമറ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ വ്യൂ ഒന്ന് പെർസ്പെക്റ്റീവിൽ നിന്ന് ടോപ്പ് വ്യൂയിലേക്കാക്കാം. എന്നിട്ട് വയർ ഫ്രെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുവേണ്ടി കീബോർഡിൽ F3 ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, F3 വീണ്ടും ക്ലിക്ക് ചെയ്താൽ വയർ ഫ്രെയിം ഓഫായി ഇതേപോലെ ആവും. വയർ ഫ്രെയിം ഓഫാക്കി അതിനുശേഷം മോഡിഫയർ ലിസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ക്യാമറ എടുക്കാം. അതായത് നാലാമത്തെ ടൂൾസ് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വിയർ എടുക്കാം. സ്റ്റാൻഡേർഡ് താഴത്തായിട്ട് വിയറ കാണാം. വിയറ എടുക്കാം. അതിൽ ഡോമും അതേപോലെ ഫിസിക്കൽ ക്യാമറയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വിയറ ഫിസിക്കൽ ക്യാമറ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് വരാം. സ്ക്രീനിൽ ഏത് വ്യൂ ആണോ ആദ്യം നിങ്ങൾ ക്യാമറ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്തിൻ്റെ മുൻവശത്തായിട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുക മൗസ് കൊണ്ട്. ഓക്കെ, അതിനുശേഷം രണ്ട് ഭാഗവും സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ C എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് സെലക്ട് ക്യാമറ എന്ന ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ക്യാമറ ഞാൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് വയർ ഫ്രെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാൻ അതിനുവേണ്ടി F3 ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത ക്യാമറ ഇപ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. അപ്പോൾ അതെങ്ങനെ സെറ്റാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സിസ്റ്റത്തിൻ്റെ ഏറ്റവും അവസാനത്തായിട്ട് ട്രക്ക് ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഞാൻ മൗസ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ 3 ഓപ്ഷൻ കാണാം. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ, അതായത് മുകളിൽ നിന്ന് ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം സ്ക്രീനിലേക്ക് വരുമ്പോൾ അതൊരു കൈയിൻ്റെ ചിഹ്നമായിട്ട് കാണാം. അതായതിനു ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതുപോലെ മൂവ് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. അതായത് മൗസിൻ്റെ ഭാഗം, മൗസ് റൗണ്ട് ചെയ്യുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതായത് വിയറ ക്യാമറ 1001 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ഷോ സേഫ് ഫ്രെയിം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓൺ അല്ലെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ക്യാമറ സെറ്റിങ്സ് എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തായിട്ടാണ് കാണുന്നത്. ഒരു വ്യൂ അടുത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ക്യാമറയുടെ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അതായത് ഈ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് പിറകിലോട്ടൊന്ന് മൂവ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം വാളിൻ്റെ റൂമും കഴിഞ്ഞിട്ട് പുറത്താണ് ഇതിൻ്റെ ഫസ്റ്റ് ഈ ഭാഗം കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ക്യാമറ വ്യൂവിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ C ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വയർ ഫ്രെയിം ഓഫ് ചെയ്താൽ വാളാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കിടക്കുന്ന ഭാഗം നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ക്യാമറ സെലക്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ പോയിട്ട് അതായത് വിയറ സിസ്റ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ വിയറ ക്യാമറ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെലക്ട് ക്യാമറ എന്ന ഓപ്ഷൻ വന്നതായിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിസ്റ്റത്തിൻ്റെ മോഡിഫൈ ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരിക. അവിടെ വിയറ ഫിസിക്കൽ ക്യാമറൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നിട്ട് കുറച്ച് താഴത്തായിട്ട് ക്ലിപ്പിംഗ് എൻവയറോൺമെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിയർ ക്ലിപ്പിംഗ് പ്ലെയിൻ എന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഒരു 500 ഒക്കെ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമ്മളെ വാളിൻ്റെ ആ തടസ്സം നമുക്ക് ഒഴിവായി വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെൻഡറിങ് എന്ന ഓപ്ഷൻ എടുക്കാം. അതിൽ പ്രിന്റ് സൈസ് അസിസ്റ്റൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതെടുക്കാം. അതിൽ പ്രിന്റ് സൈസ് വിസാർഡ് എന്നൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. ആ ബോക്സിൽ ഇമേജ് വിഡ്ത്തും ഇമേജ് ഹൈറ്റും കാണാം. അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വരുന്ന മാറ്റം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, ഈ വിഡ്ത്തും ഹൈറ്റും മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ക്യാമറ വ്യൂ മാറുന്നതായിട്ട് കാണാം. അതിനുശേഷം ഇപ്പോൾ ഇത്രത്തോളം കിട്ടിയല്ലോ. അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ കൈയിൻ്റെ ചിഹ്നം ഒന്ന് എടുക്കാം. അതിനുവേണ്ടി ട്രക്ക് ക്യാമറൻ്റെ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൈയിൻ്റെ ഭാഗം മൗസ് നെക്കി പിടിച്ച് കുറച്ച് താഴത്തേക്കൊന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ സീലിംഗ് വെച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതുപോലെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? ഇനി ഒന്നും കൂടി വിടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗമാണ് ഇവിടെ വ്യൂവിൽ കാണുന്നത്, ഫ്രെയിമിൽ കാണുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂവിൽ പോവാം. എന്നിട്ട് വയർ ഫ്രെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ക്യാമറേൻ്റെ ഈ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കുക, ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, ഈ റെഡ് ലൈന് ഒന്ന് മൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ നേരത്തെ നമ്മൾ ഈ ക്യാമറ സെറ്റിങ്സിലെ ക്ലിപ്പിംഗ് എന്നൊരു ഓപ്ഷൻ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ റെഡ് ലൈന് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, ആ റെഡ് ലൈൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഫ്രെയിമിൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു റെഡ് ലൈൻ കാണാം. ആ റെഡ് ലൈന് ഇവിടെ കുറച്ച് പുറത്തേക്ക് തള്ളിച്ച് കൊടുക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ മുൻവശത്തുള്ള വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് പുറത്തേക്കൊന്ന് തള്ളിച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ക്യാമറ വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുവേണ്ടി ക്യാമറയിൽ കീബോർഡിൽ C ക്ലിക്ക് ചെയ്തു. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് 3 സൈഡത്തെ വ്യൂവും കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിപ്പോൾ ഒന്നുകൂടി ലെങ്ത്ത് കൂടിയിട്ടാണ് കാണുന്നത്. അത് ഒന്നുകൂടി ആ മുൻവശത്തെ ചിമ്മിണിയുള്ള ഭാഗം
ഒന്നുകൂടി അടുത്തായി കിട്ടാൻ വേണ്ടി വീണ്ടും റെൻഡറിങ്ങിൽ പോവുക. റെൻഡറിങ്ങിൽ നേരത്തെ എടുത്ത പ്രിന്റ് സൈസ് അസിസ്റ്റൻറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ ഇമേജ് വിഡ്ത്തോ അല്ലെങ്കിൽ ഇമേജ് ഹൈറ്റോ കുറച്ച് കൊടുക്കുക. ഇത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ റെൻഡറിങ്ങിൻ്റെ സമയവും ക്വാളിറ്റിയും കൂടും. ഓക്കെ, സമയം കൂടുന്നതോടൊപ്പം ക്വാളിറ്റിയും കൂടും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് റെൻഡറൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടുത്തായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ സീലിംഗ് കൂടി കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, 2000 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2000 ഒക്കെ വന്നാൽ നമുക്ക് റെൻഡറിങ് സമയം കൂടും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1500 സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യൂ ഒന്ന് ലെങ്ത്ത് കൂടിയതായി കാണാം. അപ്പോൾ നമുക്ക് ഇമേജ് ഹൈറ്റിൻ്റെ വാല്യൂ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് റെൻഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്യാമറ സെറ്റപ്പ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി സെലക്ട് ക്യാമറ എടുത്തു. അതിനുശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുന്നു. ചേഞ്ച് ചെയ്യേണ്ട പ്രധാന ഭാഗം ഒന്ന് ഇവിടെയാണ്, ഫിലിം സ്പീഡ് അപ്പർച്വർ എന്ന ഈ ഭാഗം. അവിടെ എൻ്റെ ഞാൻ കൊടുക്കൽ 1500 ആണ്. ഇവിടെ 7.5. അത് എൻ്റെ റെൻഡർ സെറ്റപ്പിനനുസരിച്ചാണ്. എന്നാൽ മാത്രമേ എനിക്ക് കറക്റ്റ് ലൈറ്റിങ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇവിടെ 100 കൊടുത്തു. അതിനുശേഷം ഇവിടെ കളർ എക്സ്പെൻസർ, ഇവിടെ എക്സ്പെൻസർ വാല്യൂ 8 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോ എക്സ്പെൻസർ ഒന്ന് കൊടുക്കാം. ഇവിടെ നോ എക്സ്പെൻസർ കൊടുക്കാം. അതിനുശേഷം ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വ്യൂവിൽ ക്യാമറ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വലിയൊരു വ്യൂ ആണ് വലിയ വ്യൂവിലാണ് ക്യാമറ സെറ്റ് ചെയ്തത്. ഇനി നമുക്കൊരു ചെറിയ ഡിസ്റ്റൻസ് കുറഞ്ഞൊരു വ്യൂവിൽ ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഈ വർക്ക് ഏരിയൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തൊന്ന് ക്യാമറ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ പോകുന്നു. ക്യാമറ വീണ്ടും എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ക്യാമറ തന്നെ കോപ്പി എടുത്താലും മതി. ഓക്കെ, എന്നാൽ വീണ്ടും നമുക്ക് ക്യാമറ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതന്നെ ഒന്ന് കോപ്പി എടുത്തു. ഓക്കെ കൊടുത്തു. അതിനുശേഷം റൊട്ടേറ്റ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് മൂവ് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് ഈ റെഡ് ലൈനൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ അത് പുറമേ ചാടിയാൽ മാത്രമേ നമുക്ക് ആ വ്യൂ ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്യാമറ ഒന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് വയർ ഫ്രെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ആ വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു ഹോളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ഭാഗം ഞാൻ മൗസ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അതെങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി സെലക്ട് ക്യാമറ എടുക്കാം. എന്നിട്ട്
ക്യാമറ സെറ്റിങ്സിലേക്ക് പോവാം. അതിലേറ്റവും താഴത്ത് ക്ലിപ്പിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് നിയർ ക്ലിപ്പിംഗ് പ്ലാൻ എന്നുള്ള ഭാഗത്ത് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ വീണ്ടും പോവാം. ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് മുൻപോട്ട് കൊടുക്കുക. നമുക്ക് ഈ വർക്ക് ഏരിയൻ്റെ ഈ ഭാഗം മാത്രം മതി, ഈ ഭാഗമൊന്നും വേണ്ട. ഈ ചെയർ നിൽക്കുന്ന ഈ ഭാഗമൊന്നും, ഈ ചെയറിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം മതി, ബാക്കി ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമ്മൾ ക്യാമറ ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഈ ക്ലിപ്പിംഗ് ഓപ്ഷൻ ഒന്ന് ഇനി നമുക്ക് ഈ ക്യാമറ വ്യൂവിലൊന്ന് ക്യാമറ വ്യൂ എടുക്കാം. ഓക്കെ, വയർ ഫ്രെയിം ഓണാക്കി. ഇനി നമുക്ക് ക്യാമറ ഒന്ന്, അതായത് ഈ കൈയിൻ്റെ ചിഹ്നം എടുക്കാം. അതായത് ഇവിടെ സെലക്ട് ചെയ്യുക, ഈ ട്രാക്ക് ക്യാമറ എടുക്കാം, അതായത് കൈയിൻ്റെ ചിഹ്നം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തോട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും ക്യാമറ എടുക്കാം. അതിനുശേഷം ഫിസിക്കൽ ക്യാമറയുടെ സെറ്റിങ്സ് എടുക്കാം. എന്നിട്ട് ക്ലിപ്പിങ്ങിൻ്റെ ഭാഗത്ത് പോവാം. എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ വാല്യൂ ചേഞ്ച് അനുസരിച്ച് അവിടെ വൃത്തികേട് ഒഴിവാകുന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യിക്കാം. ഇനി നിങ്ങൾക്ക് വേറെ ഒന്നുകൂടി ഇവിടെ വീണ്ടും ഞാൻ ക്യാമറ ഭാഗത്ത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ക്യാമറ അല്ലാതെ സെലക്ട് ക്യാമറ ടാർജറ്റ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒന്നിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മാത്രം മൂവ് ആകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഇങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, ക്യാമറ അതായത് സെലക്ട് ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് ഈ തലം കാണുന്ന ഭാഗം, ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് സെലക്ട് ആവുക. അതായത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ക്യാമറൻ്റെ സെലക്ട് ക്യാമറ ആകുമ്പോൾ ഇവിടെയാണ് സെലക്ട് ആവുക. ഓക്കെ, സെലക്ട് ക്യാമറ ടാർജറ്റ് ആകുമ്പോൾ ഈ ഭാഗമാണ് സെലക്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മുടിച്ച് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ഭാഗം എടുക്കും മൂവ് ചെയ്യുക. ബാക്കിയുള്ള ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഇവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. ഓക്കെ, പിന്നെ രണ്ടും സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ വ്യൂ ഒന്ന് എടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്ന് റെൻഡറിങ്ങിൽ പ്രിന്റ് സൈസ് അസിസ്റ്റൻ്റ് എടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അതിന് റെൻഡറിൻ്റെ ഷോർട്ട് കീ ആണ് ഷിഫ്റ്റ് ക്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.